എല്ലാവർക്കും എഡ്യൂനെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് സോക്രറ്റിക് എത്തിക്സ് ആണ്. സോക്രട്ടീസിന്റെ എപ്പിസ്റ്റമോളജി ഒക്കെ നമ്മൾ ക്ലാസിക്കൽ വെസ്റ്റേൺ ഫിലോസഫിയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി എന്താണ് സോക്രറ്റിക് എത്തിക്സ് ആണ്. സോക്രട്ടീസ് ഹാഡ് എ വെരി ഡിഫറെന്റ് അപ്രോച്ച് ടു എത്തിക്സ് വിത്ത് എ ഡീപ് കമ്മിറ്റ്മെന്റ് ടു ദ സെർച്ച് ഫോർ മോറൽ ഗുഡ്നെസ് ആൻഡ് ട്രൂത്ത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് നോക്കുക, എന്താണ് സെർച്ച് ഫോർ മോറൽ ഗുഡ്നെസ് ആൻഡ് ട്രൂത്ത്. ഇപ്പൊ സോക്രട്ടീസിന്റെ എൻക്വയറി എന്ന് പറയുന്നത് എന്തിലോട്ടാണ്? മോറൽ ഗുഡ്നെസ്സിലോട്ടാണ്. അപ്പം എന്താണ് ഗുഡ്നെസ് എന്നൊക്കെ നമുക്ക് താഴെ നോക്കാം. ഇവിടെ എന്താണ് അടുത്ത സെന്റൻസിൽ പറയുന്നത്? അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ് വാസ് പ്രൈമർലി ഒക്കുപ്പൈഡ് വിത്ത് എത്തിക്കൽ മാറ്റേഴ്സ്. നമ്മൾ കോൺവെർസേഷണൽ മെത്തേഡ് ഒക്കെ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോക്രട്ടീസിന്റെ ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും അല്ലെങ്കിൽ സോക്രട്ടീസിന്റെ സബ്ജക്ട് മാറ്റേഴ്സ് എപ്പോഴും എന്താണ്? എത്തിക്സ് റിലേറ്റഡ് ആണ്, അല്ലെ? അതായത് അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ കൺസേൺ എന്ന് പറയുന്നത് എത്തിക്കൽ മാറ്റേഴ്സിലാണ്. ഡെമോൺസ്ട്രേറ്റിംഗ് ഇൻട്രസ്റ്റ് ഇൻ ദ വെർച്യൂസ് ഓഫ് ക്യാരക്ടർ. Aristotle notes that Socrates was the first to introduce the problems of universal definition concerning ethical excellency. അപ്പം അരിസ്റ്റോട്ടിൽ ഇവിടെ പറയുന്നത് എന്താണ്? സോക്രട്ടീസ് ആണ് ആദ്യമായിട്ട് എന്താണ് ഒരു യൂണിവേഴ്സൽ ഡെഫിനിഷൻ. നമ്മൾ നേരത്തെ സോഫിസ്റ്റ് എത്തിക്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ഒരു യൂണിവേഴ്സൽ മോറൽ ട്രൂത്ത് എന്ന് പറയുന്നത് ഒന്നില്ല, അല്ലെ? അതിനെ അവർ ഡിനേ ചെയ്യുകയാണ്. നേരെ മറിച്ച് സോക്രട്ടീസ് എന്താണ് പറയുന്നത്? ഒരു യൂണിവേഴ്സൽ ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് നമ്മൾ ഒരു എത്തിക്കൽ ഗുഡ്നെസ്സിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കാനുള്ള മോറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. കാരണം എന്താണ്? എല്ലാവരുടെയും എന്താണ് ബിഹേവിയറിലുള്ള കാറ്റഗറീസ് ഒക്കെ ഒന്ന് തന്നെയാണ്. വെർച്യു എത്തിക്സ് ആണ് സോക്രട്ടീസ് പറയുന്നത്. അപ്പം വെർച്യു എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരേപോലെയാണ്, അല്ലെ? നന്മ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്നത് പോലെ സമയം മാറുന്നതനുസരിച്ചിട്ട് മാറുന്നതല്ല, സ്ഥലം മാറുന്നതനുസരിച്ചിട്ട് മാറുന്നതല്ല. അപ്പം അരിസ്റ്റോട്ടിലോട് പറയുന്നുണ്ട്, സോക്രട്ടീസ് വാസ് ദ ഫസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് ദ പ്രോബ്ലം ഓഫ് യൂണിവേഴ്സൽ ഡെഫിനിഷൻസ് കൺസേണിംഗ് എത്തിക്കൽ എക്സലൻസി. ഹിസ് മിഷൻ വാസ് ടു പെർസ്യൂഡ് ഈച്ച് പേഴ്സൺ ടു പ്രയോറിറ്റൈസ് വെർച്യു ആൻഡ് വിസ്ഡം ഓവർ പേഴ്സണൽ ഇൻട്രസ്റ്റ്. അദ്ദേഹത്തിന്റെ മിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓരോ വ്യക്തികളിലെയും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് നമ്മൾ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് വെർച്യുവിലും വിസ്ഡത്തിലുമാണ്, നോളജിലും എന്തിലാണ്? നന്മയിലുമാണ്. നമ്മുടെ എന്താണ് വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിലുപരി ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വെർച്യു ആൻഡ് വിസ്ഡത്തിലാണ്. ആൻഡ് ടു കൺസിഡർ ദ വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റ്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? സ്റ്റേറ്റിന്റെ ക്ഷേമമാണ് ബിഫോർ ദർ ഇൻഡിവിജ്വൽ കൺസേൺസ്, അല്ലെ? നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിലുപരി നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റിനാണ്. പിന്നെ നമുക്കിവിടെ പുതുതായിട്ട് നോക്കാനുള്ള ഒരു ടേം ആണ് യൂഡോമോണിയ. യൂഡോമോണിയ നമുക്ക് അരിസ്റ്റോട്ടിലും പഠിക്കാനുണ്ട്. അപ്പൊ യൂഡോമോണിയ ഈസ് എ സെൻട്രൽ കോൺസെപ്റ്റ് ഇൻ സോക്രട്ടിക് എത്തിക്സ്. സോക്രട്ടിക് എത്തിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണെന്ന് പറയുന്നത് യൂഡോമോണിയ എന്ന് പറയുന്നത്. അപ്പം റിഫ്ലക്ടിങ് ദ ഐഡിയ ഓഫ് ഹ്യൂമൻ ഫ്ലറിഷിംഗ് ഓർ ദ ഹയസ്റ്റ് ഗുഡ്. ഈ യൂഡോമോണിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹയസ്റ്റ് ഗുഡ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ഹ്യൂമൻ ഫ്ലറിഷിംഗ്, അല്ലെ? ഹയസ്റ്റ് ഗുഡ് അല്ലെങ്കിൽ ഹ്യൂമൻ ഫ്ലറിഷിംഗ്. ഇതാണ് ഈ ഒരു യൂഡോമോണിയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് സോക്രട്ടീസ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന്റെ ഒരു യൂഡോമോണിയ എന്ന് പറയുന്ന ഒരു ടേമിന്റെ എറ്റിമോളജിക്കൽ മീനിങ് നമുക്ക് നോക്കാം. ദ ടേം ഹാസ് ഇറ്റ്സ് റൂട്ട്സ് ഇൻ ഏൻഷ്യന്റ് ഗ്രീക്ക് ഫിലോസഫി ആൻഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് ടു വേർഡ്സ്. ഇപ്പം യൂഡോമോണിയ എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തത് രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ്. ഒന്ന് യുവും രണ്ടാമത്തത് ഡെമോണുമാണ്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ഗുഡ് ഓർ വെൽ എന്നാണ് ഇതിന്റെ. യുത്തനേഷ്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താണ് യു എന്ന് പറയുന്ന ടേമിന്റെ മീനിങ് ഗുഡ് ഓർ വെൽ എന്നാണ്. ഡെയ്മോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ആസ് ഡിവൈൻ ബീയിങ് ഓർ ഫോഴ്സസ്. അപ്പൊ ഡിവൈൻ ബീയിങ്സിനെയാണ് അല്ലെങ്കിൽ ഫോഴ്സസിനെയാണ്, ഡിവൈൻ ഫോഴ്സസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡെയ്മോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? വൈൽ യൂഡോമോണി ഈസ് കോമൺലി ട്രാൻസ്ലേറ്റഡ് ആസ് ഹാപ്പിനെസ് ഓർ വെൽബീയിങ് വിത്തിൻ ദ റിലം ഓഫ് സോക്രട്ടിക് എത്തിക്സ്. അപ്പൊ യൂഡോമോണിയ എന്ന് പറയുന്നത് നമുക്ക് സോക്രട്ടിക് എത്തിക്സിൽ എന്തെന്ന് നമുക്ക് പറയാം? ഹാപ്പിനെസ് എന്നോ വെൽബീയിങ് എന്നോ ഒക്കെ നമുക്ക് പറയാം. ഇറ്റ് ട്രാൻസെൻഡ്സ് മിയർ പ്ലഷർ. നമുക്ക് സാധാ കിട്ടുന്ന എന്താണ് സോ കോൾഡ് പ്ലഷറിനൊക്കെ മുകളിൽ അതീതമായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഈ യൂഡോമോണിയ. സോക്രട്ടീസ് ബിലീവ് ദാറ്റ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഹ്യൂമൻ ലൈഫ് ഈസ് ടു അച്ചീവ് യൂഡോമോണിയ. സോക്രട്ടീസ് വിശ്വസിക്കുന്നത് എന്താണ്? ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ യൂഡോമോണിയ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. യൂഡോമോണിയ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൾട്ടിവേറ്റ് ചെയ്യണം? മോറൽ വെർച്യൂസ് ആൻഡ് ഡെവലപ്പിംഗ് വൺസ് ഇന്റലക്ച്വൽ കപ്പാസിറ്റീസ്. നമ്മൾ അതായത് ഇത്രേ ഉള്ളൂ, നമ്മൾ വെർച്യു കൾട്ടിവേറ്റ് ചെയ്യുക, നമ്മൾ വെർച്യൂസ് ആയിട്ട് ആക്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് നോളജ് മാക്സിമം അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി നമ്മൾ കൂട്ടുക എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കും? യൂഡോമോണിയ അച്ചീവ് ചെയ്യാൻ സാധിക്കും.
ഫോർ സോക്രട്ടീസ് ലിവിങ് എ വെർച്വസ് ലൈഫ് ആൻഡ് കോൺസ്റ്റന്റ്ലി സീക്കിംഗ് വിസ്ഡം വെയർ ദ കീ ടു അറ്റൈൻ ട്രൂ ഹാപ്പിനെസ്. അപ്പൊ നമുക്ക് ഈ ഹ്യൂഡോമോണി അല്ലെങ്കിൽ ട്രൂ ഹാപ്പിനെസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു വെർച്വസ് ആയിട്ടുള്ള ലൈഫ് നമ്മൾ നയിക്കുക. നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് സീക്ക് ചെയ്യുക? വിസ്ഡം സീക്ക് ചെയ്യുക, നോളജ് സീക്ക് ചെയ്യുക. അതുവഴി നമുക്ക് എന്തിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും? ട്രൂ ഹാപ്പിനെസ് അഥവാ നമ്മുടെ യൂഡോമോണിയ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ആൻഡ് റിയലൈസിങ് വൺസ് ഫുൾ പൊട്ടൻഷ്യൽ, നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മൾ സെൽഫ് റിയലൈസേഷൻ എന്നൊക്കെ പറയുന്നത് പോലുള്ള ആ ഒരു സ്റ്റേറ്റിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, ഇനി ഇൻ റിലേഷൻ ടു എത്തിക്സ് സോക്രട്ടീസ് ലേ ഡൗൺ 3 പ്രപ്പോസിഷൻ. അപ്പം സോക്രട്ടിക് എത്തിക്സ് പറയുമ്പോൾ നമുക്ക് പറയാനുള്ള 3 പ്രധാനപ്പെട്ട പ്രപ്പോസിഷൻസ് ആണ്. സോക്രട്ടീസിന്റെ 3 പ്രധാനപ്പെട്ട പ്രപ്പോസിഷൻസ് ആണ്. എന്താണ്? വെർച്യൂസ് നോളജ് ത്രൂ കോൺസെപ്റ്റ്. വെർച്യൂ എന്ന് പറയുന്നത്, നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? നോളജ് ആണ്. വെർച്യൂസ് നോളജ് ത്രൂ കോൺസെപ്റ്റ്. അത് നമുക്ക് കിട്ടുന്നത് എന്തിലൂടെയാണ്? കോൺസെപ്റ്റിലൂടെയാണ്. സോ നോബഡി ഡസ് റോങ് നോയിങ്ലി. അപ്പൊ അവിടെ പറയുന്നത് എന്തുവാണ്? അറിഞ്ഞുകൊണ്ട് ആരും എന്ത് ചെയ്യില്ല? തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല. ദെർഫോർ വൈസ് ഈസ് ഇഗ്നോറൻസ്. അതുകൊണ്ട് വൈസ് എന്ന് പറയുന്നത് എന്താണ്? പാപം എന്ന് പറയുന്നത് എന്താണ്? ഇഗ്നോറൻസ് ആണ്. നമ്മൾ ഇഗ്നോറന്റ് ആയതുകൊണ്ടാണ് നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ആസ് വെർച്യൂസ് നോളജ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? വെർച്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നോളജ് ആണ്. വെർച്യൂ നോളജ് ആകുമ്പോൾ നമുക്കത് എന്ത് ചെയ്യാൻ സാധിക്കും? സോ വെർച്യൂ ക്യാൻ ബി ടോട്ട്, നമുക്കത് പഠിക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? വെർച്യൂ ഈസ് വൺ. വെർച്യൂ എന്ന് പറയുന്നത് ഒരിക്കലും റിലേറ്റീവ് അല്ല, അല്ലെങ്കിൽ എന്താണ്? ടെമ്പററി അല്ല. വെർച്യൂ എന്ന് പറയുന്നത് എന്താണ്? അബ്സല്യൂട്ട് ആണ്. അതൊന്നു മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും വെർച്യൂ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഓക്കെ ആണല്ലോ? അത് the idea of the good is one single reality which underlies all, that is called virtue or good. അപ്പം എന്താണ് ഐഡിയ ഓഫ് ദ ഗുഡ് എന്ന് പറയുന്നത്? ഒരേ ഒരു റിയാലിറ്റി ആണ്. അതിനെ നമുക്ക് ഒന്നുകിൽ വെർച്യൂ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഗുഡ് എന്ന് പറയാം. വൺസ് വൺ ഗെറ്റ്സ് ദിസ് നോളജ് ഓഫ് ദ ഗുഡ് ഓർ ഇറ്റ്സ് ഗ്ലിംസ് വൺ cannot do wrong. അപ്പം എപ്പോഴാണോ ആ ഒരു ഗുഡ് എന്ന് പറയുന്നത്, നോളജ് ഓഫ് ഗുഡ് നമുക്ക് കിട്ടുന്നത്, അങ്ങനെ നമുക്കത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല? തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല. എത്രത്തോളം നമ്മൾ നോളജ് അറ്റൈൻ ചെയ്യുന്നു അത്രത്തോളം നമ്മൾ എന്തായിട്ട് മാറും? വെർച്യൂസ് ആയിട്ട് മാറും. നമ്മൾ എത്രത്തോളം വെർച്യൂസ് ആയിട്ട് മാറുന്നു അത്രത്തോളം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതായിരിക്കും. ഓൺലി ഇൻ ദി സെൻസ് വെർച്യൂസ് നോളജ്. അപ്പൊ ഈ ഒരു സെൻസിൽ നമുക്ക് എന്ത് പറയാം? വെർച്യൂ നോളജ് ആണെന്ന് പറയാം. ആൻഡ് ദ നോളജ് ഓഫ് ദ ഗുഡ് ഈസ് വെർച്യൂ. അപ്പം എന്താണ്? നോളജ് ഓഫ് ദ ഗുഡ് എന്ന് പറയുന്നത് എന്താണ്? വെർച്യൂ ആണ്. ഇൻ ദിസ് ഇന്റർപ്രിട്ടേഷൻ ദർ ഈസ് ആൻ എക്കോ ഓഫ് ദ അദ്വൈതിക് ടീച്ചിങ് that the knower of Brahman himself becomes Brahman. അപ്പൊ നമുക്ക് ഇത് എന്തുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കും? അദ്വൈത ഫിലോസഫിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ബ്രഹ്മനെ അറിയുന്നവൻ എന്തായിട്ട് മാറും? ബ്രഹ്മമായിട്ട് മാറും. അപ്പൊ എന്താണ്? വെർച്യൂ എന്ന് പറയുന്നത് നോളജ് ആണ്. ആ നോളജ് അറ്റൈൻ ചെയ്യുന്നവൻ എന്തായിട്ട് മാറും? വെർച്വസ് ആയിട്ട് മാറും. അവൻ എന്താണ്? ശരി തെറ്റുകൾക്കും അതീതമായിട്ട് പോകും. അത് ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ആൻഡ് ഗോസ് ബിയോണ്ട് ബോത്ത് ഗുഡ് ആൻഡ് ഈവിൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സോക്രട്ടിക് എത്തിക്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കൺക്ലൂഡിങ് പോർഷൻ ആയിട്ട് നമുക്ക് നോക്കണം എന്നാണ്. സോഫിസ്റ്റ് എത്തിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അതോടൊപ്പം തന്നെ സോക്രട്ടിക് എത്തിക്സ് നമ്മളിപ്പം പഠിച്ചു. ഇതിന്റെ ഒരു കമ്പാരിസണും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ ഇട്ടുതരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ജസ്റ്റ് മെസ്സേജ് ഇട്ടാലും മതി. ഓക്കെ, അപ്പം 1-2 ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊന്ന് റെഫർ ചെയ്തിട്ട് ഞാനത് ഗ്രൂപ്പിൽ വോയിസ് ആയിട്ട് ഇടാം. ശരി.